Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരാൾ മരണപ്പെട്ട സാഹചര്യത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. രാത്രി പകൽ വ്യത്യാസമില്ലാതെ മലയുടെ അടിവാരത്ത് നിരീക്ഷണ പവലിയൻ സ്ഥാപിക്കുവാനാണ് തീരുമാനമായിട്ടുള്ളത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വീരമലക്കുന്ന് ഇടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത് കണക്കിലെടുത്താണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത്. മഴക്കാലം വന്നാൽ മലയുടെ അടിവാരത്തുള്ള ഗതാഗതം ഒഴിവാക്കി ഒരു ഭാഗത്തു കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. കുന്നിന് സമീപത്തു കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കും. കലക്ടറുടെ സാന്നിധ്യത്തിൽ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ അപകടാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലെ മുൻകരുതലുകൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് വീരമലക്കുന്നിന് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനമായത്. ദേശീയപാത നിർമ്മാണ കമ്പനി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ഇത്തവണത്തെ മഴക്കാലം കൂടി വിലയിരുത്തി സുരക്ഷാ ഭിത്തി കൂടുതൽ മുകളിലേക്ക് കെട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് യോഗത്തിലെ തീരുമാനം. അതേസമയം കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ ചെറുവത്തൂർ ഞാണങ്കൈ മട്ടലായി കുന്നിൽ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന് വെള്ളാരങ്ങലിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ യാത്രികരായ 2 പേർക്ക് പരിക്ക്. വൈകിട്ട് 4 മണിയോടെയാണ് അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട കാർ ലോറിയിലിടിച്ച് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. കാറിലുണ്ടായിരുന്ന ചെറുകുന്ന് കോപ്പുറം സ്വദേശി ഷാദുലി, ഹസീന എന്നിവർക്ക് പരിക്കേറ്റു. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷാദുലിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സവും നേരിട്ടു. കണ്ണപുരം പോലീസ് എത്തിയാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയത്. പിലാത്തറ പാപ്പിനിശ്ശേരി റോഡിൽ ഇതിനകം നിരവധി അപകടങ്ങളാണ് നടന്നത്. ഇതിന് അറുതി വരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എന്റെ മുന്നിലായി വണ്ടി ഉണ്ടായത് ഈ ലോറി. അപ്പൊ അവര് മുന്നിൽ വണ്ടി വരുന്ന അവരവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ ആ കാറ് വന്ന് ഡയറക്റ്റ് വന്ന് ഇടിക്കുക ചെയ്തത്. അപ്പൊ ഞാൻ ഈ പുറകിൽ ഞാൻ പാസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷെ എനിക്ക് ഇത് കണ്ടായിട്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ അപ്പടനെ അടുത്ത പോലീസ് സ്റ്റേഷനും വിവരം അറിയിച്ച് നമ്മൾ അതിലുള്ള പാസഞ്ചർ എടുത്ത് ഞാനാണ് എൻ്റെ വണ്ടിയിലാണ് വേഗം ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ഓൺവെയിൽ എത്തിച്ച് അവിടുന്ന് ദേവിയമ്മറിലേക്ക് പോയിട്ടുണ്ട്. പരിക്ക് തലക്ക് കുറച്ച് ക്രിട്ടിക്കൽ ലെവലിയാണ്. അവരെ ഇത് വെച്ചാൽ കുറച്ചൊരു ഓക്സിജൻ എല്ലാം കൊടുത്തിട്ട് നമ്മളിപ്പം കൊണ്ടുപോയിട്ടുള്ളൂ. ആംബുലൻസിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. വണ്ടി ഓടിച്ചാക്കും. വീട്ടിലെത്താൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കൂപ്പുറം സ്വദേശികളായ കാർ യാത്രികർ അപകടത്തിൽപ്പെട്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുതിർന്ന CPIM നേതാവായിരുന്ന VV സരോജിനിയുടെ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കരിവെള്ളൂർ AB സ്മാരക ഹാളിൽ നടന്ന പരിപാടി CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ശ്യാമള ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി മഹിളാ പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവായിരുന്ന VV സരോജിനിയുടെ 4ാമത് ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു. CPIM കരിവള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. കരിവള്ളൂർ AB സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ശ്യാമള ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ വിപ്ലവ ആവേശത്തോടെ തന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഈ പ്രവർത്തനത്തിൽ ആകർഷിക്കുകയാണ് ചെയ്തത്. ഞാൻ ഒരു 81 ഘട്ടത്തിലാണ് ഞാനന്ന് പഠിക്കുന്ന സന്ദർഭത്തിലും SFIയുടെയും DYFIയുടെയൊക്കെ ജില്ലാ കമ്മിറ്റിയൊക്കെ പ്രവർത്തിക്കുമ്പോഴും
ഇന്ത്യൻ മഹിളാ അസോസിയേഷൻ ചെയ്യുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മഹിളാ അസോസിയേഷൻ ഇന്ത്യൻ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു. മഹിളാ അസോസിയേഷൻ്റെ പരിപാടികളൊക്കെ പോയാൽ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അതിനായിട്ട് ഞാൻ കാണാൻ കുറച്ച് കയറ്റുള്ള ആളായതുകൊണ്ട് കെട്ടി പഠിച്ചു പറഞ്ഞു. ചടങ്ങിൽ TV നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. KSKTU ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ, P രമേശൻ, AK ഗിരീഷ് കുമാർ, K നാരായണൻ, AV ലേജു, K പ്രസന്ന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ആദ്യ മഴയിൽ തന്നെ വെള്ളക്കെട്ടിന്റെ ദുരിതം പേറി പഴയങ്ങാടിയിലെ വ്യാപാരികളും നാട്ടുകാരും. മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യക്ഷമമാക്കണമെന്ന് വ്യാപാരികളും നാട്ടുകാരും പറയുന്നു. പ്രതിഷേധം വ്യാപകം. രാവിലെ 10 മണിയോടെ പെയ്ത ശക്തമായ മഴയിൽ പഴയങ്ങാടിയിൽ KSTP റോഡ് വെള്ളത്തിലായി. പഴയങ്ങാടി കുളങ്ങരപ്പള്ളി മുതൽ ബസ് സ്റ്റാൻഡിന് സമീപം വരെ മെയിൻ റോഡിൽ പാതിഭാഗം വെള്ളത്തിൽ മുങ്ങി. വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ദുരിതത്തിലായി. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം കടകളിലേക്ക് തെറിക്കുന്നത് വ്യാപാരികൾക്കും ദുരിതമായി. മാടായിപ്പാറയിൽ നിന്നുൾപ്പെടെ വെള്ളം കുത്തിയൊഴുകി വരുന്നത് വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ഇവ KSTP ഓവുചാലിലേക്ക് ഒഴുക്കിവിടാൻ സൗകര്യമൊരുക്കിയില്ല. മഴ എത്തുന്നതിനു മുൻപ് ഓടകൾ വൃത്തിയാക്കാനും നടപടിയുണ്ടായില്ല. ഇതെല്ലാം വെള്ളം കയറാൻ കാരണമാകുമെന്നും മുൻവർഷങ്ങളിൽ വെള്ളക്കെട്ടിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് PV അബ്ദുള്ള പറഞ്ഞു. സാധാരണഗതിയിൽ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷവും വ്യാപാരികൾ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴോം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുകയും അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ പ്രാവശ്യത്തെ മൺസൂൺ കടന്നു പോവുകയും ചെയ്തു. പക്ഷേ ഈ പ്രാവശ്യം അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ശ്രമം ഇതുവരെ നടന്നതായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മഴയിൽ തന്നെ KSTP റോഡിലുടനീളം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ കടകളിലേക്ക് വെള്ളം തെറിച്ചു വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. രാത്രികാലങ്ങളിലൊക്കെ കഠിനമായ മഴ വരികയാണെങ്കിൽ ഇത് ഓടകളിലൂടെ പോകാതെ കടകളിലേക്ക് കയറി വന്ന് വലിയ നാശനഷ്ടം സംഭവിക്കാൻ ഇടയാകുന്ന ഒരവസ്ഥയാണുള്ളത്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇത്തരം ഒരു അവസ്ഥ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. രാത്രി ശക്തമായ മഴ പെയ്തപ്പം വെള്ളം ഓടകളിലൂടെ ഒഴിഞ്ഞു പോകാതെ കടകളിലേക്കൊക്കെ കയറുകയും സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യക്ഷമമാക്കണമെന്നാണ് വ്യാപാരികളും നാട്ടുകാരും പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരസ്പരം പരിപാടിക്കായി പയ്യന്നൂരിൽ ചുവർചിത്രങ്ങളും ചുവരെഴുത്തും നടത്തുകയാണ് ഒരു കൂട്ടം കലാപ്രവർത്തകർ. സർക്കാരിന്റെ ഫെലോഷിപ്പ് നേടിയ ചിത്രകലാകാരന്മാരാണ് വാളാട്ട് നടത്തുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കലാപ്രവർത്തകരും മുഖ്യമന്ത്രിയുമായി നടത്തുന്ന സംവാദ പരിപാടിയാണ് പരസ്പരം. മെയ് 19 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ തൃശൂരിലെ ലുലു കൺവെൻഷൻ സെന്ററിലെ ഷാജി എൻ കരുൺ നഗറിലാണ് പരിപാടി നടക്കുക. നവകേരള സദസ്സ് മുഖാമുഖം പരിപാടികളുടെ തുടർച്ചയായാണ് സംസ്ഥാനത്തെ കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സംവദിക്കുന്നത്. സമൂഹത്തിന്റെ ആകെ അഭിപ്രായങ്ങളും ആശയങ്ങളും നവകേരള സൃഷ്ടിക്ക് ആവശ്യമാണെന്നതിനാലാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതും. വജ്ര ജൂബിലി ഫെലോഷിപ്പ് കിട്ടിയ ആർട്ടിസ്റ്റുമാരാണ്. അപ്പോൾ സർക്കാരിൻ്റെ പരസ്പരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് തൃശ്ശൂർ വെച്ച് 19-ാം തീയതി. കലാകാരരുമായിട്ട് സംവദിക്കാനൊക്കെയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രചരണാർത്ഥമാണ് ഇപ്പോൾ കണ്ണൂർ, തൃശ്ശൂർ, തിരുവനന്തപുരം ഈ 3 ജില്ലകളിലായിട്ട് വജ്ര ജൂബിലി ഫെലോഷിപ്പ് കിട്ടിയ ആർട്ടിസ്റ്റുമാർ വാളാട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിവിടെ 3 ദിവസമായി. 3 ദിവസമെന്ന് വെച്ചാൽ മഴയും വെയിലൊക്കെ കാരണം അങ്ങനെ 3 ദിവസം ആയിപ്പോയതാണ്. അതിൻ്റെ പേരാണ് പരസ്പരം എന്നുള്ളത്. അതിൻ്റെ ഒരു ഗ്രാഫിറ്റി വർക്കും ഇതൊക്കെ ആയിട്ട് ചെയ്യണം. പരസ്പരം പരിപാടിയുടെ പ്രചാരണത്തിലും കലാപ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പയ്യന്നൂരിലും ചുവർചിത്രങ്ങളും ചുവരെഴുത്തും നടത്തുന്നത്. സർക്കാരിന്റെ ഫെലോഷിപ്പ് നേടിയ ഒരു കൂട്ടം കലാപ്രവർത്തകരാണ് ഇവിടെ വോളാട്ട് നടത്തുന്നതും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വേനൽ മഴയിൽ വെള്ളം നിറഞ്ഞ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അടിപ്പാത. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ പെയ്ത മഴയിലാണ് അടിപ്പാത വെള്ളത്തിൽ മുങ്ങി ഇതുവഴിയുള്ള യാത്ര ദുരിതമായത്.
പുതിയങ്ങാടി മാട്ടൂൽ തീരദേശ മേഖലയിലെ യാത്രക്കാർ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതപാതയാണിത്. മഴക്കാലമെത്തുമ്പോൾ അടിപ്പാത വെള്ളത്തിൽ മുങ്ങും. വ്യാഴാഴ്ച പെയ്ത വേനൽ മഴയിൽ തന്നെ അടിപ്പാതയിൽ ചെളിവെള്ളം നിറഞ്ഞു. ഇത് വാഹന കാൽനട യാത്രക്കാർക്ക് ഏറെ ദുരിതമാണ് സൃഷ്ടിച്ചത്. ഓട്ടോറിക്ഷകളും ഇരുചക്രവാഹന യാത്രക്കാരുമാണ് ഏറെ ദുരിതം അനുഭവിച്ചത്. വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളിൽ ചെളിവെള്ളം നിറഞ്ഞ് ഓഫാകുന്ന അവസ്ഥയാണ് ഏറെ നേരം ഗതാഗതക്കുരുക്കിനും കാരണമായി. ബുദ്ധിമുട്ടല്ലേ ഭയങ്കരം. എങ്ങനെയും കയ്യില് നീ കാക്കുന്നാക്കുന്ന് പറഞ്ഞിട്ട് എത്ര വട്ടമായി പറയുന്നു. നടന്നു പോകാനും തന്നെ വാഹനത്തിന് പോകാനും കയ്യില. ഇഞ്ചിനെല്ലാം വെള്ളം കയറി പോന്നു. കാറായാലും ബൈക്കായാലും എങ്ങനെയും കഴിയുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡിന്റെ ഒരു ശാപാണ് ഈ വെള്ളം. ഇനിയിപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ആവും. പോലീസുകാരുണ്ടാവില്ല, വരൂല. ഇതിപ്പം ഇനിയിപ്പോൾ ആരുമില്ല. ഈ വെള്ളം തന്നെ ഇതിന്റെ മെയിൻ പ്രശ്നം. ഇതിന് പിന്നെ MLA ഫണ്ട് പാസ്സായിന്നാ പറഞ്ഞത്. ഇതുവരെ ഒരു നടപടി അതിനെപ്പറ്റി എടുത്തിട്ടുള്ള ഒന്നുമില്ല. ഇത് പച്ച മഴ പെയ്തപ്പോൾ ഇങ്ങനെ. ഇനിയിപ്പോൾ മഴ കൂടുന്നതോറെന്ന് വെച്ചാൽ ബൈക്കും പോകാൻ കഴിയില്ല, ഒന്നും പോകാൻ കഴിയില്ല. കുട്ടോളം വെള്ളം ഉണ്ടാവും, ബൈക്ക് ഓഫാവും, എല്ലാം ചെയ്യും. ഇത് ആരോട് പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അനുഭവിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ആയോധന കലയുടെ പടവുകൾ കയറി സാം പുലിക്കോട്ടിൽ സക്കറിയ എന്ന പയ്യന്നൂർ സ്വദേശി ഇന്റർനാഷണൽ തൈക്കോണ്ടോ ഫെഡറേഷനിൽ നിന്നും 6th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് നേടുന്ന വടക്കൻ മലബാറിലെ ആദ്യ വ്യക്തി കൂടിയാണ് സാം പുലിക്കോട്ടിൽ സക്കറിയ. ഗ്രാൻഡ് മാസ്റ്റർ ട്രെവർ നിക്കോളാസ്, മാസ്റ്റർ മന്ദീപ് റൌളി, ITF ഇന്ത്യ കൗൺസിൽ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ നടന്ന മാസ്റ്റർ ക്ലാസ് സെമിനാറിൽ വെച്ചാണ് സാം പുലിക്കാട്ടിൽ സക്കറിയ അപൂർവ ബഹുമതിയായ 6th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 1000-ലധികം പേർക്ക് തൈക്കോണ്ടോ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സാം. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സാംസ്കാരിക പ്രവർത്തകനും ഉദിനൂർ കിനാത്തിൽ സാംസ്കാരിക സമിതി വായനശാല മുൻ പ്രസിഡന്റുമായിരുന്ന VK കൃഷ്ണന്റെ ഭാര്യ VV കല്യാണി അമ്മയുടെ 6ാം ചരമവാർഷികാചരണ ഭാഗമായി തൃക്കരിപ്പൂർ അൽമുജമൽ ഗാർഡൻ അനാഥ അഗതി മന്ദിരത്തിൽ അന്നദാനം നടത്തി. മന്ദിരത്തിലെ 60 അന്തേവാസികൾക്കാണ് മകൾ VV ശശികലയുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ അന്നദാനം നൽകിയത്. അന്നദാനം മഹത്തരമാണെന്നത് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു തൃക്കരിപ്പൂരിലെ മുജമ്മൽ സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് ശശികലയുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ നൽകിയ ഉച്ചഭക്ഷണ വിതരണം. തൃക്കരിപ്പൂർ അൽമുജമൽ ഗാർഡൻ അനാഥ അഗതി മന്ദിരത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ അൽമുജമ സ്ഥാപക മാനേജർ ജാബിർ സഖാഫി അധ്യക്ഷത വഹിച്ചു. അമ്മ കല്യാണി മരണപ്പെട്ട് 6 വർഷം ഏകദേശമായതാണ്. അപ്പോൾ അവരെ ഓർമ്മിക്കാൻ വേണ്ടി അവർ ഇന്ന് സെലക്ട് ചെയ്തത് നമ്മുടെ സ്ഥാപനമായ മുജമ്മയാണ്. നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ആ അമ്മയെ അവർ ഓർക്കുകയാണ്. മുജമ്മൽ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി AV മൊയ്തീൻകുട്ടി സംസാരിച്ചു. കുടുംബാംഗങ്ങളായ VK പ്രഭാകരൻ, VV പ്രശാന്ത്, പ്രതിഭ, ലക്ഷ്മി പ്രശാന്ത്, VV ഷീന എന്നിവർ നേതൃത്വം നൽകി. കാര്യങ്ങൾ എല്ലാ സമയത്തും ചെയ്യാൻ എല്ലാവർക്കും തോന്നട്ടെ. എല്ലാ നല്ല മനുഷ്യന്മാർക്കും അതിനുള്ള അഭിപ്രായം ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. വീണ്ടും നമ്മൾ ഇനി അടുത്ത വർഷം വീണ്ടും കാണും. അതുവരെ വളരെ സന്തോഷം. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന നേതാവായിരുന്ന VV സരോജിനിയുടെ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. TV ലക്ഷ്മി അനുസ്മരണ പ്രഭാഷണം നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന VV സരോജിനിയുടെ 4ാമത് ചരമവാർഷികം പയ്യന്നൂർ AKG ഭവനിൽ T ഗോവിന്ദൻ ഹാളിൽ നടന്നു. AIDWA കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും സരോജിനി ചേച്ചിയുടെ ദിനാചരണം മറന്നു പോകാൻ പാടില്ല, മറന്നു പോകില്ല. തലമുറ കൈമാറിയിട്ട് നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും പ്രത്യേക വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളുടെ ദിനാചരണങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. സ്ത്രീകളുടെ പേര് കുറവാണെങ്കിൽ പോലും അന്നും സ്ത്രീകൾ പങ്കെടുക്കാത്തതുകൊണ്ടല്ല, പക്ഷെ സ്ത്രീകളുടെ പേര് ഇവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം കുഞ്ഞാക്കമ്മേന്റെയും ചെറിയമ്മേന്റെയും ഫോട്ടോ നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് നമ്മളൊന്ന് KV ലളിത അധ്യക്ഷത വഹിച്ചു. P ശ്യാമള, VK നിഷ, PP ലീല, PV സുജ, PP കോമളവല്ലി, KP ജ്യോതി തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ ലഹരിവിരുദ്ധ റാലിയും പ്രഭാഷണവും നടത്തി. യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ ലഹരിവിരുദ്ധ റാലിയും പ്രഭാഷണവും നടത്തി. യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു 3 മാസക്കാലമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, കേരളത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ മിക്കവാറും മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം മൂലമാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ തന്നെ നമുക്ക് വെളിവായ കാര്യമാണ്. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കുന്നത്. സ്നേഹം, ആർദ്രത, മനുഷ്യപ്പറ്റ്, ഇതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള അക്രമങ്ങൾ, അതൊന്നും പ്രായം ചെന്നവരല്ല, കുട്ടികളിൽ അതിനെ ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിയാരം പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രജിഷേഴം പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ദേവകി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വി രവി മാസ്റ്റർ, വി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പടന്നപ്പുറം റെഡ് സ്റ്റാർ ലേഡീസ് ഹെൽത്ത് ക്ലബ്ബ് സംഗീത ശില്പം അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾക്ക് ആധുനിക ഫർണിച്ചർ സൗകര്യമൊരുക്കി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനവും ഫർണിച്ചർ വിതരണവും നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുന്നതിനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായി ഡിസ്പെൻസറികൾക്ക് വിവിധയിനം ഫർണിച്ചറുകൾ നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനവും ഫർണിച്ചർ വിതരണവും നിർവഹിച്ചു. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം മുതൽ തന്നെ വേണ്ടുന്ന രീതിയിൽ ഫണ്ടുകൾ വെച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്നുകളായാലും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ ദീപ്തി കെ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ബേബി കെ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കെ, ഹോമിയോ ഡിസ്പെൻസറി ഡോക്ടർ അജിത എ വി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. റോഡ് തകർന്ന് യാത്ര ദുരിതമായി മാറുന്നു. ചെറുതാഴം പഞ്ചായത്തിലെ നരീക്കാംവള്ളി ഏഴിലോട് റോഡിൽ അറത്തിൽ ഭദ്രപുരം ക്ഷേത്രത്തിനു സമീപമാണ് റോഡ് തകർന്ന് വാഹനയാത്ര ദുരിതമായി മാറിയത്. ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ ഭദ്രപുരം ക്ഷേത്രത്തിനു സമീപത്തെ റോഡാണ് തകർന്ന് വാഹനയാത്ര ദുരിതമായി മാറിയത്. നരീക്കാംവള്ളി മൃഗാശുപത്രി ഭാഗത്തുനിന്ന് ഏഴിലോട് ദേശീയപാതയിലേക്കും അറത്തിപ്പറമ്പ് പുറച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കം നിരവധി കാൽനടയാത്രക്കാരും ദിനേന ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത്. ജില്ലിക്കല്ലുകൾ ഇളകി വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. റോഡ് നവീകരണത്തിനായി 25 ലക്ഷം രൂപ MLA ഫണ്ട് പാസാക്കിയതാണ്. ടെൻഡർ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അധികൃതർ റോഡ് നന്നാക്കി നൽകുവാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വ്യാഴാഴ്ച രാവിലെ പെയ്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങി ദേശീയപാത. എടാട്ട് സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പിന് സമീപത്തായാണ് വെള്ളക്കെട്ടുണ്ടായത്. ചെറിയ തോതിലുണ്ടായ വേനൽ മഴയിൽ തന്നെ ദേശീയപാതയിലുണ്ടായ വെള്ളക്കെട്ട് അപകട സാധ്യതയുണ്ടാക്കുകയാണ്. ഇതിനു പുറമെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതവുമാകുന്നു. പിലാത്തറ പയ്യന്നൂർ ദേശീയപാതയിൽ എടാട്ട് സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പിന് സമീപത്തായാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വെള്ളക്കെട്ട് ഒഴിവാക്കി വാഹനങ്ങൾ ഒരു വശത്തു കൂടി കടന്നു പോകാൻ ശ്രമിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുകയാണ്. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെളിവെള്ളം സർവീസ് റോഡിലേക്ക് തെറിക്കുകയാണ്. ഇതുമൂലം ഈ റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളും കാൽനടയാത്രക്കാരും ചെളിവെള്ളത്തിൽ കുളിക്കുന്ന സ്ഥിതിയുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാത നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വെള്ളൂർ പുതിയ തെരു പുത്തൻകുടി തറവാട്ട് കളിയാട്ട മഹോത്സവം മെയ് 17, 18 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ വെള്ളൂർ പുതിയ തെരു പുത്തൻകുടി തറവാട്ടിലെ കളിയാട്ട മഹോത്സവം മെയ് 17-18 തീയതികളിൽ നടക്കും. 25 വർഷങ്ങൾക്ക് ശേഷം കൊണ്ടാടുന്ന കളിയാട്ട മഹോത്സവത്തിന് മെയ് 17 ശനിയാഴ്ച വൈകുന്നേരം വെള്ളൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതോടെ തുടക്കമാകും. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കുറത്തിയമ്മ, കുണ്ടോറച്ചാമുണ്ടി, മോന്തിക്കോലം തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടും. വാർത്താ സമ്മേളനത്തിൽ പുത്തൻകുടി തറവാട്ടംഗങ്ങളായ ഏകനാഥ്, ദാമോദരൻ, ഭരതൻ, കുഞ്ഞികൃഷ്ണൻ, നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.